ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേണ്ടിയിട്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ, ഈ വീഡിയോ ലൈക്ക് ചെയ്തോ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 12-ാം തീയതിയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 നോട്ടിഫിക്കേഷൻ കീം സൈറ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ രണ്ടും വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് അവസാന റിവൈസ്ഡ് ആയിട്ടുള്ള ഉത്തര സൂചികകൾ, അതായത് കീമിന്റെ ആൻസർ കീ ആ സൈറ്റിൽ പബ്ലിഷ് ചെയ്തു, നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഏകദേശം കീമിൽ എത്ര മാർക്ക് കിട്ടും. അതിൽ തന്നെ നോക്കുക, ഏറ്റവും റിവൈസ്ഡ് ആയിട്ട് വന്ന ഒരു ഇതിൽ 20ാമത്തെ ചോദ്യം, അതായത് നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ആൻസർ കീ പബ്ലിഷ് ചെയ്തതിൽ പറഞ്ഞിരിക്കുന്നത് അത് വായിക്കാം. അതാണ് ആൻസർ കീയുമായി ബന്ധപ്പെട്ട് നോക്കുക. ഈ ഓഫീസിന്റെ 5/5/2026 വിജ്ഞാപനത്തിന്റെ തുടർച്ചയായിട്ട് 21/4 ഏപ്രിൽ 21 നടന്ന എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ 20ാമത്തെ ചോദ്യം ഒഴിവാക്കിയതായി ഇതിനാൽ അറിയിക്കുന്നു. അപ്പോൾ എന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ ആണ്. പ്രൊഫൈൽ വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരുപാട് പേര് ചെക്ക് ചെയ്തിട്ടുണ്ടാകും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇനി അല്ലാത്ത പക്ഷം ഇപ്പോഴത്തെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. മെയ് 17-ാം തീയതി വൈകുന്നേരം 6 മണി വരെയാണ്. അപ്പോൾ 2026-27 അധ്യയന വർഷത്തിൽ ഈ പറയുന്ന പോലെ വൈകുന്നേരം 6 മണി വരെ, മെയ് 17. അപ്പോൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോവുക, ലോഗിൻ ചെയ്യുക, എന്നിട്ട് അവിടെ മെമ്മോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഓപ്ഷൻ ഉള്ളവർ അത് എടുത്തിട്ട് ക്ലിക്ക് ചെയ്താൽ ന്യൂനതകൾ, നിങ്ങളുടെ ഡിഫക്ട്സ് സംബന്ധിച്ച വിവരങ്ങൾ കാണാൻ സാധിക്കും. അല്ലാത്തവർ വിഷയമേ ആക്കണ്ട, വിട്ടയക്കുക. അങ്ങനെ ന്യൂനതകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്തിട്ട് അത് പരിഹരിക്കാനുള്ള നടപടികൾ, അവിടെ റീ അപ്ലോഡ് ഓപ്ഷൻ കാണും, അല്ലെങ്കിൽ ചില സർട്ടിഫിക്കറ്റുകളിലെ ന്യൂനതകളായിരിക്കാം, അതിൻ്റെ റിമാർക്സ് ആയിട്ട് അവർ തന്നെ കൊടുത്തേക്കാം. അതെല്ലാം എന്ത് ചെയ്യുക, പരിഹരിക്കുന്നതിന് പിന്നീട് അവസരം നൽകുന്നതല്ല. അപ്പൊ ഈ ഡേറ്റിനുള്ളിൽ ചെയ്യണം. മെയ് 10 ആയിരുന്നു, ഇപ്പം മെയ് 17 ആക്കിയിട്ടുണ്ട്. ഇനി ഫോട്ടോയോ സിഗ്നേച്ചറോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒപ്പിലോ ഒക്കെ ഇതുണ്ട് എങ്കിൽ പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ സബ്ജക്റ്റ് വെച്ചിട്ട് ആ ഒരു മെയിൽ ഐ ഡി ഞാൻ പറയാം, CEE കേരള, അതായത് CEK.info.ce@kerala.gov.in എന്ന് പറയുന്ന ആ സിഇയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്കും ഈ പറയുന്ന പോലെ ഈ ഡേറ്റിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൽ ചെയ്യണം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത്. ദെൻ ഇതിൽ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടുന്നവരെയും +2 മാർക്ക് നിശ്ചിത സമയത്തിനുള്ള ഓൺലൈനായി സമർപ്പിക്കുന്നവരെയും മാത്രമായിരിക്കും കീം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, +2 പരീക്ഷയൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അതും അപ്ലോഡ് ചെയ്യാനുള്ള ഇത് ചെയ്യും. എന്നിട്ട് NRI ക്ലെയിം ചെയ്ത അപേക്ഷകർക്ക് അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള അവസരം പിന്നീട് ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വാർത്ത നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. കീമുമായിട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ബൈ.